Hello guys, എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഐ എം ഓൾസോ ഇൻ വെക്കേഷൻ വിത്ത് മൈ കസിൻസ് ആൻഡ് ഓൾ. അപ്പോൾ ഇന്നലെ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. സോ ഐ എം പുട്ടിങ് എ ഡൂഡിൽ ടുഡേ. നാളെ മുതൽ യു വിൽ ഹാവ് മണ്ഡാല സെഷൻസ് ആൻഡ് വർലി ആർട്ടുള്ളവർക്ക് വർലി ആർട്ടിൻ്റെ സെഷൻസ് ഉണ്ടാവും. ആൻഡ് നമുക്ക് ഇന്നൊരു ജസ്റ്റ് ഒരു കാർട്ടോണിഫൈഡ് പോലത്തെ ഒരു ഇമേജ് വരയ്ക്കാം. സോ ഫസ്റ്റ് നമ്മൾ ബോർഡർ ഇടണം. നമ്മുടെ പേജ് യു ആർ യൂസിങ് എ ലാർജർ പേജ്, ഞാൻ പറയും കട്ട് ഇറ്റ് ഷോർട്ട്. അതിനെ ഹാഫ് ആക്കിയിട്ട് നമുക്ക് 4 സൈഡും ബോർഡർ ഇടാം. ബോർഡർ ഇട്ടിട്ട് ഫസ്റ്റ് ഒരു വേറെ ഒരു 1-2 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട്, ഐ ഡോണ്ട് വാണ്ട് എക്സാക്ട് മെഷർമെൻറ്റ്, ഐം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് റാൻഡംലി ഇങ്ങനെ വരച്ചു. ഓക്കെ, ഒരു ലൈൻ കൊടുത്തു. ഇനി ഇപ്പുറത്ത് ഇതേപോലെ ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 1 സെൻറ്റിമീറ്റർ 0.5 ഒക്കെയുള്ള രീതിയിൽ 1 ലൈൻ, സെയിം മെഷർമെൻറ്റ്. നമ്മളിവിടെ എത്രയാണോ മെഷർമെൻറ്റ് എടുത്തത്, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടില്ല, ഇതേ മെഷർമെൻറ്റിൽ 3 ലൈൻസ് വരയ്ക്കണം. 3 എണ്ണം മതി. രണ്ട് 3 ഇത്രണ്ണമായി. നമ്മൾ ലെറ്റ്സ് ഡു സംതിങ്. നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം. 4 എണ്ണം. അപ്പോഴേ സ്പേസിങ് കറക്റ്റ് ആവും. നമുക്ക് 4 1 2 3 4 അങ്ങനെ 1 2 3 4 4 സൈഡിൽ വരുന്ന രീതിയിൽ. ഇനി ഇവിടെ ഒരു ഫുൾ ക്വാർട്ടർ അല്ല, ഇപ്പം നിങ്ങൾക്ക് ലെങ്ത്ത് കാണാമല്ലോ, ഫുൾ ക്വാർട്ടർ അല്ല, ഒരു കുറച്ച് ഹാഫിനെക്കാട്ടും കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കാം. ലൈക്ക് ദിസ്. ഇത്രയും. അപ്പോൾ വി ഹാവ് ലെഫ്റ്റ് ദിസ് മച്ച്. ഇത്രയും മതി. ഇനി ഇവിടെ 1 സ്കെയിൽ ലെങ്ത്തിൽ, ഞാനിപ്പോൾ ലോങ് സ്കെയിൽ നോർമൽ നട്രാജിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 1 സ്കെയിൽ ലെങ്ത്തിൽ ഇവിടെ നമുക്ക് ഇത്രയും സ്ക്വയേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ലൈൻ, ഇവിടെ 3 എണ്ണം സെയിം സൈസിൽ, ഇവിടെ ഒരു സ്കെയിൽ വീതിയിൽ, ഇതേപോലെ ഇവിടെ ഒരു, അങ്ങനെ ഇത്രയും ബോക്സസാണ് നമുക്ക് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു വരയിട്ടു. ഇനി ഈ വരയിൽ നിന്ന് നമ്മൾ ലീഫ് വരയ്ക്കില്ലേ, ബാക്കിയുള്ള ആർട്ടിലൊക്കെ നമ്മൾ പഠിച്ച പോലെ 2 ലീഫ് ഇങ്ങനെ 2 സൈഡിലോട്ടും ഒരു ലീഫ് പോലെ വരയ്ക്കും. ഇനി ഒരു ബിഗ് സർക്കിൾ, ഒരുപാട് വലുതല്ല, സർക്കിൾ, അതിൻ്റെ സെൻറ്ററിലൊരു, ഇത്രയാണ്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ചു. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കളർ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കളർ പെൻസിൽസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം, പക്ഷെ വളരെ മൈൽഡായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ ഉണ്ടെങ്കിൽ കളർ പെൻസിൽ, അല്ലെങ്കിൽ വാട്ടർ കളർ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. സോ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് I'll take a nice pinkish tone. ഈ ഒരു ഇതിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു ടോണിൽ, ഒരു പിങ്ക് ടോണിലുള്ളത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ആ സെൻറ്ററിലത് ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഫില്ലിങ് ദിസ് പാർട്ട്. ടേക്കിംഗ് ആണ് യെല്ലോ, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ നടുവിൽ സെൻറ്ററിൽ യെല്ലോ ഉണ്ട്, ദിസ് പാർട്ടിൽ ഒരു ഡാർക്ക് പിങ്ക് ടോണ് വരുന്നുണ്ട്. നമുക്ക് ഇത്രയാണ് ഫസ്റ്റ് വരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റർ ഗ്രീൻ കൊടുക്കും, 2 എണ്ണത്തിൽ കേട്ടോ. അതെ, ഞാൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ 2 കളേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഈ ഒരു പോർഷൻ ഞാനൊരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ദിസ് മൈറ്റ് ടേക്ക് എ ലിറ്റിൽ ടൈം. ഞാൻ ചില സമയം ഇത്തിരി ഫാസ്റ്റ് ചെയ്തിട്ട്
ചെയ്യും കേട്ടോ. ഐ മീൻ ഷോ യു ദി എൻഡ് പാർട്ട്. നമ്മളിതിങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ ഈ ഒരു കളറാണ് ഞാൻ ഒരു നല്ലൊരു സിയാൻ, ഒരു പൂൾ വാട്ടറിൻ്റെയൊക്കെ കളറില്ലേ, ആ കളറാണ് ഞാൻ കൊടുക്കുന്നത്. സോ ജസ്റ്റ് ഷോ യു വൺസ് ദിസ് ഇസ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വി ആർ മൂവിങ് ഓൺ ടു ദിസ് പാർട്ട്. ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ ഞാൻ കൊടുക്കുന്ന കളേഴ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ ഫുൾ ഞാൻ ഈ ഒരു ബ്ലൂ ആണ് കൊടുക്കുന്നത്, ദിസ് സ്കൈ ബ്ലൂ. ഇനി അവിടെ ഞാൻ വേറൊരു പിക്ചറും കൂടെ വരയ്ക്കുന്നുണ്ട്. ഒന്ന് ഐ എം ഗിവിങ് ഒരു 2 ഹാർട്ട്. ഓക്കെ, ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ആർട്ട് ദാറ്റ് ഐ സോ വോണ്ട് ടു റീക്രിയേറ്റ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഇവിടെ 2 ഹാർട്ട് ആൻഡ് ഐ എം ഗിവിങ് എ ഹാർട്ട് ഹിയർ ഓൾസോ. ഹാർട്ടിന് ആസ് യൂഷ്വൽ നമ്മൾ റെഡ് കളറായിരിക്കും കൊടുക്കുക. ടേക്കിംഗ് റെഡ് പെൻസിൽ. നമ്മൾ നേരത്തെ എടുത്ത കളറും ഇതും വ്യത്യാസമുണ്ട്. മറ്റേത് വെച്ച് റെഡിഷ് പിങ്ക് കളർ ആൻഡ് ദിസ് ഇസ് ദ റിയൽ റെഡ് കളർ. അല്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും കഴിയും. ഇനി ഞാനിതിന് ബാക്കി ഫുൾ ഏരിയ കളർ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ 2 സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ആ 2 സെഗ്മെൻറ്റിന് ഞാൻ ബോർഡേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ വരച്ച് നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണുകയുള്ളൂ. ഞാൻ ഇവിടെ വരച്ചു ഈ ബ്ലൂ, സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ബ്ലൂ, നല്ല മൈൽഡായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ഹാർട്ടാണ്. കുറച്ചപ്പോൾ നമുക്കൊരു കാർട്ടൂണിഷ് ആർട്ട് പോലെ തോന്നും. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകും. നമ്മൾ പെൻസിൽ യൂസ് ചെയ്യാൻ കാരണം, പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഈ ഒരു പോപ്പ് ആർട്ടൊക്കെ ചെയ്യുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ യെല്ലോന് ഞാൻ കൊടുക്കുക. ഇപ്പോഴാണ് ആ യെല്ലോ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണുക. അല്ലേ, കണ്ടോ? ഇതാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൽ ഷേപ്പിലുള്ള സ്ഥലത്താണ്. ഈ എൽ ഷേപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ക്ലൗഡ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ക്ലൗഡ്സ് എങ്ങനെയാണ് വരയ്ക്കുക? ഫസ്റ്റ് ഒരു റാ പോലെയുള്ളത് വരച്ചു, എന്നിട്ട് നെക്സ്റ്റ് ഒരെണ്ണം വരച്ചു, എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ ഇപ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ഷേപ്പ് ആവുക. ഓക്കെ, ഇനി അവിടെ നിന്ന് തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ കൊടുക്കുക, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ ചെറുത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മാത്രം മുകളിൽ കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് കുറച്ച് കൊണ്ടുവരിക. ഇതൊരു ക്ലൗഡ്സ് ആയിട്ട് വരും. ഇനി ഞാൻ ഉടനെ തന്നെ അതിന് ഷെയ്ഡിങ് കൂടെ കൊടുക്കണം. അതായത് ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുകയാണ്, അപ്പോഴേ അത് എടുത്ത് അറിയുള്ളൂ. ഇതിൽ ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ ഐ എം നോട്ട് പുട്ടിങ് ഇൻ സോ മെനി അതർ കളേഴ്സ്. വൈറ്റിൽ തന്നെ അത് ഈ പേജിൻ്റെ വൈറ്റായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ കൊടുത്തു. കണ്ടോ, നമുക്കിപ്പോൾ ക്ലൗഡ്സ്. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബബിൾസ് പോലെ ചെറിയൊരു സർക്കിൾ പോലെയൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ ഒപ്പം ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാം മറ്റേ സ്ട്രെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഇനി നിർത്തി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഞാനപ്പോൾ ഇത്രയും ഭാഗം കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ടാവുക, ഈ 2 സെഗ്മെൻറ്റ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുക്കുന്നത്. ഓക്കെ,
ഇത്ര. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലൗഡ്സ് വരും, കുറച്ച് എയർ ബലൂൺസ് വരും. എയർ ബലൂൺസ് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ എയർ ബലൂണ് ഇങ്ങനെ ജസ്റ്റ് ഒരു റാ പോലത്തെ ഷേപ്പ്, നോർമൽ ബലൂൺസ് വരയ്ക്കില്ലേ നമ്മൾ, അതുപോലത്തെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക, ഒരു കേർവ് ചെയ്തിട്ടുള്ള പോലെ. ഇനി അതേപോലെ തന്നെ അതിൻ്റെ താഴെയും കൊടുക്കുക. ദിസ് വിൽ ബി ദി ബോക്സ്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചുമ്മാ ലൈൻസ് ഇട്ട് കൊടുക്കുക, ഒരു എയർ ബലൂണായി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പുറത്തും കൂടെ ഒരെണ്ണം വരയ്ക്കാം. ഇങ്ങനെ വെച്ചു, കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു ഞാനിങ്ങനെ കൊണ്ടുവന്നു. ഒപ്പം ഇവിടെ നിന്ന് തന്നെ ഇത്തിരി കൂടെ ചെരിച്ചിട്ടുള്ള ബോക്സാണ് ഞാൻ വരച്ചത്. 1 2 3 4 4 കൊടുത്തു. അപ്പോൾ 2 എയർ ബലൂണായി. ഇനി നമുക്ക് എയർ ബലൂൺ എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലൗഡ്സിൻ്റെ സൈഡിൽ കൂടെ വരുന്നതായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലൗഡ് വരച്ചു, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു. ഇനി ഇവിടെയും കൂടെ ഒരു ക്ലൗഡ് കൊടുക്കുന്നുണ്ട്. ആ ക്ലൗഡ് ഇങ്ങനെ വന്ന് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുക, ഇങ്ങനെ. ഗോട്ട് ഇറ്റ്? ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈൻസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ അംബ്രല്ലയിലൊക്കെ ഉണ്ടാകുന്ന പ്രിൻ്റ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ക്ലൗഡ് മാത്രം ഇപ്പോൾ വേറെ കളറൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യാണ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു എയർ ബലൂൺ. എയർ ബലൂൺ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരെണ്ണത്തിന് വയലറ്റും ഒരു ലൈറ്റർ വയലറ്റ് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഐ എം ഗിവിങ് ഇതിൻ്റെ ഉള്ളിൽ വയലറ്റ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ കൊടുക്കുക. നമുക്ക് ഈ സ്കെച്ചിങ്ങിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് ബോർഡർ കൊടുക്കുമ്പോൾ നമുക്കത് നികത്താൻ പറ്റും. ഇപ്പോൾ അവിടെ എവിടെയും കുറച്ചൊന്ന് സൈഡിലേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ഔട്ട്ലൈൻ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് 2 എണ്ണം കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗൺ ടിൻറ്റ്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ ടിൻറ്റാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്, സീറ്റിന്. നമുക്കിനി അത് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വരച്ചത് ആയില്ലേ. ഇനി നമ്മൾ ലെറ്റ്സ് ഡ്രോ നെക്സ്റ്റ് വണ്ണിൻ്റെ പകുതി നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ സീറ്റ് സെയിം തന്നെയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പഴയ സ്ക്വയർ ഷേപ്പ് ഞാൻ കളയുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ലാൻഡിങ് ഷേപ്പ് വച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ പെൻസിൽ കൊണ്ട് ആർട്ട് ചെയ്തിട്ട് കുറേ കാലമായി. സോ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻസ് എനിക്ക് ഉണ്ടാവും. പ്ലീസ് എക്സ്ക്യൂസ് മീ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ പെൻസിൽ ഇപ്പോഴത്തൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോഴൊക്കെ നമ്മൾ കൂടുതലും പെയിൻറ്റും അക്രലിക്കും പെൻസും ഒക്കെ അല്ലേ നമ്മൾ മണ്ഡല ചെയ്യുകയാണെങ്കിലും എല്ലാം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ, ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ഇനി അതിൻ്റെ ഒരു ഡാർക്കർ, ഇത്തിരി ബ്ലൂവിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഡാർക്കർ വയലറ്റ് പോലത്തെ. ഞാനത് ഇതിൽ കൊടുക്കും. ഇപ്പം നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും ഡൂഡിൽസ് ചെയ്യുന്നത്. ചിലതൊന്നും ഞാൻ ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ട് ചെയ്യുന്ന ഡൂഡിൽസ് ആണ്. ഐ ടേക്കൺ സോ മെനി റെഫറൻസസ് ഫോർ യു ഗൈസ്. എന്നിട്ട് ഐ തോട്ട് ഓക്കെ
ലെറ്റ് മീ ഡു ഇറ്റ് ഫോർ യു ഗൈസ് ഓൾസോ എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്കായി. ഇനി നമുക്കതും കൂടെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ലൈനേ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ 4 ലൈൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓൾറൈറ്റ്, വി ആർ ഡൺ. ഇനി ഞാൻ ഇവിടെ കൊടുത്ത ഈ സ്കൈ ബ്ലൂ ഇല്ലേ, ഈ സ്കൈ ബ്ലൂ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള എൻറ്റയർ പാർട്ടിൽ കൊടുക്കാൻ പോകുന്നത്. സോ ഐ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. എന്നിട്ട് നമുക്കിങ്ങനെ കൊടുത്ത് വേണം. ഗൈസ്, ഇന്നലെ എനിക്ക് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇറ്റ് ഓഫ് ടുഡേ അഗൈൻ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് ഇവിടുത്തെ ബ്ലൂ പാർട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഐ വാസ് പ്ലാനിങ് ടു അപ്ലോഡ് ഇറ്റ് യെസ്റ്റർഡേ, പക്ഷേ ഡ്യൂ ടു സർട്ടൻ തിങ്സ് ഐ കുഡൻറ്റ് കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ് ടുഡേ ആൻഡ് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. ഓൾറൈറ്റ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഫസ്റ്റ് ടൈം കൊണ്ട് ഡ്രോ ഫ്ലവറാണ് ഇവിടെ വരിക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒരു ചെറിയൊരു റൗണ്ട് കൊടുത്തു. നമ്മൾ ഇതുവരെ മണ്ഡലയിലും എല്ലാത്തിലും പഠിച്ച മോട്ടിഫുകൾ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു 4 ഇതളേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നമ്മളൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ഒരു ഫ്ലവർ, ഇത്ര ഇതളുള്ളത്. എന്നിട്ട് 4 ഇതൾ ഉള്ളത് മേ ബി ഞാനിതിലൊരു കുറച്ചും കൂടെ ലാസ്റ്റത്തെ വണ്ണം ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഓക്കെ, കണ്ടോ? ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 2 സൈഡിലേക്കും ഒരു 3 to 4 സെറ്റ്സ്, നിങ്ങൾക്ക് എത്ര സ്പേസ് ഉണ്ടോ, ഇപ്പോൾ എനിക്ക് സ്പേസ് ഉള്ളത് കൊണ്ട് ഞാൻ 4 സെറ്റ്സ് ഓഫ് ലീവ്സ് വരയ്ക്കുന്നുണ്ട് 2 സൈഡിലേക്ക് വെച്ചിട്ട്. എന്നിട്ട് ലാസ്റ്റത്തെ ലീഫ് എവിടെയാണോ വരുന്നത് അവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ 4 അല്ല, എനിക്ക് ഒരു സ്ഥലവും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ 5 എണ്ണം കൊടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, നമുക്കിപ്പോൾ 5 സെറ്റ്സ് ഓഫ് ലീഫായി. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പോർഷൻ അങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ലീഫിന് കൊടുത്ത സെയിം ഗ്രീന് ഞാൻ ഇതിലേക്കും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ടായി പോയായിരുന്നു. വി ആർ അഗൈൻ ഗോയിങ് ടു പെയിൻറ്റ് ദിസ്. ഞാൻ ക്വിക്കായിട്ട് ഇത് ചെയ്ത് പോവാണ്. ആൻഡ് ഐ വിൽ ഷോ യു വൺസ് ദിസ് പാർട്ട് ഇസ് കംപ്ലീറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ലീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഇനി ഔട്ട്ലൈൻ കൂടെ കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇനി ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് സെൻറ്ററിൽ കൊടുക്കുന്നത്. ഇനി എബൌട്ട് ദ ലീവ്സിന് ഞാൻ നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് എടുത്തിട്ട് അത് കൊടുക്കണം. 4 ഇതളല്ലേ ഉള്ളൂ. ദിസ് ഷുഡ് ബി ഇനഫ്. ഇത്രയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊക്കെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വിച്ച് ഇസ് ക്വൈറ്റ് ഈസി. എന്നിട്ട് ഞാൻ ഈ സെൻറ്ററിലൂടെ ലൈനും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റെം എന്നുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ
ഇത്രയും. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് നമ്മൾ നല്ല യെല്ലോ ആണ് കൊടുക്കുന്നത്, നല്ല ലെമൺ യെല്ലോ കളർ. പിന്നെ അത് ഇവിടെ ഈ ഒരു ഇത് ഞാൻ മായ്ച്ച് കളയുന്നതിൻ്റെ റീസൺ നമുക്ക് അവിടെ ക്ലൗഡ് തന്നെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കളർ ഈ വഴിയായിരിക്കും വരുന്നുണ്ടാവുക. ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വൈഡർ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്യും. ഈ 3 പ്ലേസസ് ആണ്. ഈ 3 പ്ലേസസിൽ ഫസ്റ്റ് ഞാനൊരു ഡാർക്ക് പേർപ്പിൾ കളറാണ് കൊടുക്കുന്നത് ഫസ്റ്റ് ലൈൻ. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ബോർഡർ ഒന്നിട്ട് കൊടുക്കാം. ബോർഡേഴ്സ് ആർ മാൻഡേറ്ററി. ഇത് കുറച്ചൊരു ഡിജിറ്റൽ പോലത്തെ പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ വെരി ഗുഡ് അറ്റ് ഡൂയിങ് കമ്പ്യൂട്ടറിൽ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെയിം തന്നെ നമുക്ക് പെയിൻറ്റിലും കൂടെ വരയ്ക്കാവുന്നതാണ് കേട്ടോ. ഐ ട്രൈഡ് ഡ്രോയിങ് ഇറ്റ്. കുറച്ച് എന്നാലും നമുക്ക് കുറച്ച് ഡിജിറ്റൽ പെയിൻറ്റിങ്ങും കൂടെ ഞാൻ ഐ എം ലുക്കിംഗ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. എനിക്ക് വളരെ ബേസിക് അറിയുള്ളൂ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന്. അത് ഞാൻ നിങ്ങൾക്ക് ഓവർ ദ ഫ്ലോ നമുക്കിനി ഒരു 5-6 മോഡ്യൂൾ കഴിഞ്ഞിട്ട് പറ്റിയാൽ ഞാൻ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് സാധാരണ സിസ്റ്റത്തിൽ വിത്ത് ഓൾ ദി അവൈലബിൾ സിസ്റ്റം നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ പറഞ്ഞു തരാൻ നോക്കാം. അപ്പോൾ ഈ സൈഡിൽ ഐ എം യൂസിങ് എ വെരി ഡാർക്ക് പേർപ്പിൾ, നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ്. ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഒരു റെഡിഷ് ടോൺ, ഇതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ചെറി റെഡ് അല്ല, ഇത് കുറച്ചൊരു പിങ്ക് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റോസ് മിക്സ് ചെയ്ത റെഡാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ദിസ് റെഡ് ഐ തിങ്ക് നമ്മളിവിടെ ഫ്ലവറിൽ കൊടുത്തില്ല, ആ റെഡാണ്. ബോത്ത് റെഡ്സ് ആർ ഡിഫറെൻറ്റ്. റെഡ് വെച്ചു. ഇനി കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ്, ഒരു ഡാർക്കർ ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഒരു ഡാർക്കർ യെല്ലോ. ഇതിൻ്റെ ഒരു ക്രിംസൺ യെല്ലോ എന്ന് പറയില്ലേ, നമ്മൾ മ്യൂറൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ്, ആ ഷെയ്ഡാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ I will just complete and come back.